അപ്പൊ നമ്മളെ സ്ഥലത്തെത്തിട്ടാ. നമുക്ക് ഇവിടെ അങ്ങനെ സൈഡാക്കാം. ഇറക്കിയ മീല ഇത് അല്ലാന്നെ ഞാൻ ഇവിടെ വരുമ്പം തന്നെ എനിക്കൊന്ന് കിട്ടി. സത്യമായിട്ടും വീന്ന ഞാൻ ക്യാമറ എടുക്കുമ്പോൾ മോളുന്നൊരു വീല് മാങ്ങയായത്. അപ്പം ഇത് ഒന്ന് കഴുകട്ടെ. ശരിക്കും കറക്റ്റ് വന്ന മടന്നെ കിട്ടി. അപ്പം ഞാൻ ഇതിങ്ങനെ ആക്കുക. ഓർമ്മില്ലേക മേ കാത്ത തേക്കേക്ക അച്ചായ മീറ്റായ തേക്കുക. ബിസ്മില്ല. ഓ പുളിയുണ്ട്, മധുരമുണ്ട്. അപ്പം എനിക്ക് കിട്ടി. അങ്ങോട്ട് നോക്കി എനിക്ക് ഇനിയും കിട്ടും. നോക്കാം. പുളിയുണ്ട്, മധുരമുണ്ട്. ഞാൻ മാങ്ങ വീഴുന്ന കണ്ടിട്ട് ഓടിയതാ. വണ്ടി ലോക്കിയട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഞാളിപ്പോൾ ഒരു 10 മിനിറ്റായി വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടത് വന്ന പാടുള്ള വീഡിയോ ആയി. അപ്പോൾ ഞങ്ങൾ 2 ആളാണല്ലോ. അപ്പം ബാക്കി ആരും പോകുന്നില്ല. അതുപോലെ പറഞ്ഞ് ക്ഷീണമായിട്ട് കിടന്നിക്കാം. അപ്പോൾ ഞാൻ ഈ രാവിലെ വരണം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു 10 മണി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. സംഗതി ഉച്ചക്കും വൈകുന്നേരം എല്ലാം വന്നിട്ട് എന്താക്കേണ്ടത്, ഒരു കാര്യം ചെയ്യുക. അതിനാണ് ഞങ്ങൾ വന്നത്. എന്നാ കാര്യം എന്നല്ല, ചെറിയൊരു കൈക്കനാലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ സൈഡിലേക്ക് വെള്ളം എന്താക്കിക്കില്ല, പിന്നെ തുറന്ന് വിട്ടിക്കില്ല. അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്താക്കാം, കുളിക്കാനും നീന്തുവാനെല്ലാം പറ്റും. നല്ല രസമുണ്ട്. ഒരു അരമണിക്കൂർ വെള്ളത്തിൽ പുറത്തേക്കുക എന്നെല്ലാം പറഞ്ഞില്ല, അതുപോലെ പുറത്തേക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാനിപ്പോൾ വലിയ മാവിൻ്റെ ചോട്ടിലാണ്. വലിയ മാവാണ്. അപ്പോൾ ഞാൻ ഈ വന്ന് നിർത്തലും അന്നേരം തന്നെ ഒരു മാങ്ങ വീണ്. ഇപ്പം കുറച്ച് നേരമായിട്ട് മാങ്ങയൊന്നും വീഴുന്നില്ല. അപ്പോൾ 2-3 ആൾക്കാരുണ്ടെന്ന് എല്ലാവരും പെറുക്കിക്കൊണ്ടുപോയി. അപ്പം വലിയ മധുരമൊന്നുമില്ല. നാട്ടുമാങ്ങ തന്നെയാണ് സംഭവം. ചെറിയൊരു പുളിപ്പുണ്ട്. ഒരു ബാടിപ്പഴുത്തതിൻ്റെ ചൂടിൻ്റെ കടുപ്പം കൊണ്ട് ആയിരിക്കും. അപ്പം ഞാൻ ഏലിനാ കുളിക്കുന്നത് എന്ന് കാണിച്ചു തരാം. കുറച്ച് നേരം ഇരുന്ന് പണി കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്ത് ഒരു 4 മണിക്ക് അങ്ങനെ പണിയും കഴിഞ്ഞ് എന്താക്കിയത് റൂമിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുളിക്കാണ്ട് ഞങ്ങൾ എന്താക്കി, ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് നീന്താൻ പോവാം. കുറച്ച് നേരം അവിടെ നിന്ന് നീന്തിരിങ്ങ് വരാം. എന്നിട്ട് വേണമെങ്കിൽ റൂമിൽ വന്നിട്ടൊന്ന് മേല് വെള്ളം പറഞ്ഞാൽ പോരാ. അപ്പം വീഴുന്നു നല്ല വെള്ളം, നല്ല തണുപ്പ്, നല്ല പിടുത്തപ്പെട്ട തണുപ്പുള്ള വെള്ളം. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഞാൻ എന്താക്കി കുളിച്ചിക്ക്. ഇത് കുറിയാത്തിൽ ഹെയിൽ നിറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഭയങ്കര തോട്ടം, ഫുൾ തോട്ടം ഇവിടെ. തോട്ടം ഞാൻ കാണിച്ചു തരാം. കണ്ടാ, ഇതാ മുഴുവനായിട്ടും തോട്ടം. മാങ്ങ എന്ന് വെക്കണ്ട നമ്മളെ എന്തെല്ലാം സാധനം ഉണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട്. ഒരു വയല് മോഡലാണ്. എൻ്റെ പുല്ല് ഇങ്ങനെ അത് കണ്ട, ഇത് കർമൂസ്. ഇത് തണുപ്പുണ്ടാ? ഇപ്പം റെഡിയാക്കി തരാം. തൊട്ടടുത്ത് തന്നെ കർമൂസ്. പിന്നെ കൂടുതലുള്ളത് ബായ ഉണ്ട്. കൂടുതലും ഇവിടെ എന്ന് വെച്ചാൽ മാങ്ങയാണ്. കണ്ട, ഫുള്ളായിട്ട് മാങ്ങ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട, അപ്പോൾ അങ്ങോട്ടെല്ലാം ഉണ്ട്, അങ്ങെല്ലാം ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ നല്ല സെറ്റപ്പിൽ കുളിക്കുന്ന സ്ഥലമെല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. പള്ളീൻ്റെ അകത്തൂടെ എന്താക്കുന്നത് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നത്. കണ്ടാ, വീടിന്ന് ഈ ഷട്ടർ പൊന്തിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടേക്ക് പോകും. ഇപ്പോൾ ഇത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ആയാൽ ഈ ജോലി ചെയ്യുന്ന പണിക്കാരും ബംഗാളികളും പിന്നെ എല്ലാ ആൾക്കാരും ഇതിൽ വന്നിട്ട് ഇവിടുന്ന് തിരുമ്പി കുളിച്ചിട്ട് എന്താക്കുക, ഓല് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇതിങ്ങനെ ആടുന്ന് അങ്ങോട്ട് അടിയിൽ കൂടി അടെല്ലാം മൊത്തം മൂടിയിട്ട് റോഡിൻ്റെ അടിയിൽ കൂടിയാണ്. ഇതങ്ങ് മലേൻ്റെ അപ്പുറത്ത് പിന്നെ വലിയൊരു കുറച്ച് ദൂരെയാണ്. ഒരു 5-8 കിലോമീറ്റർ ഉണ്ടാവും. ആടെ ഡാമുണ്ട്. ആ ഡാമിൻ്റെ എന്താക്കുന്നത് വെള്ളം വരുന്നത് ഒരുപാട് സ്ഥലങ്ങളെല്ലാം താണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഒന്ന് നീന്തി കുളിച്ചാൽ. തുണികളെല്ലാം എടുത്ത് കീഴിക്കുണ്ട്. എരിയുമ്പോൾ ഇതെല്ലാം ഒന്ന് ഒലുമ്പുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കുറച്ച് അങ്ങോട്ടേക്കോ മച്ചിയേ കിതറേ.
മച്ചീനെയ്യടോ അത് നെറ്റാ പൊട്ടനാ കണ്ടില്ലല്ലേ. അയ്യോ ഇതിൻ്റെ ഒരു ഒലിപ്പ് വേണ്ട. ഇതിലിരുന്നാൽ തന്നെ എന്താവും, ശരിക്കും ഒലിച്ചോ. ആയെന്ന് പറയുന്ന ചെറുങ്ങനെ എന്നാ പറയുക, നമ്മളെ മുട്ട് വരികയുള്ളൂ. പക്ഷെ അത് ഇതിൻ്റെ ഒലിപ്പിൻ്റെ ഇതുകൊണ്ട് അവിടെ ഇറങ്ങിയാൽ എന്താക്കാം, ഇങ്ങനെ അങ്ങ് പോവാം. ഇവിടെയാ അതിൻ്റെ ഒരു ഏതോ അതുകൊണ്ടല്ലേ ഉള്ളോട്ടേക്ക് പോകുന്നത്, റോഡ് സൈഡിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തുണികളെല്ലാം കഴിച്ച് വെക്കുവാനും എടുക്കുവാനും അവിടെ വെക്കുവാനെല്ലാം സുഖം. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം കഴിക്കട്ടെ, വേഗം കഴിച്ചോളി. നീ കഴിക്കുന്നില്ല? നിൽക്കാലോ ജായക മോനെ വിചാരിക്കുന്ന പേൻ്റെ ഏടിയാളി കൊളുത്തിയിടുക. ഇതാ പേൻ്റെ ഇവിടെ കൊളുത്ത. വാവ് മോനെ എന്തായാലും തണുപ്പ് നോക്കോ, തണുപ്പ് എത്രയുണ്ട്. എന്താ മോനെ തണുപ്പിതാ, ഞാൻ വന്നിക്കില്ല ശരിക്കിതാ മുട്ട് വരികയുള്ളൂ വെള്ളം. मैं तुमको क्या बोला था इतना बस अच्छा है ठंडा है ना इधर से इधर ऐसा बैठेगा तू ना जाएगा। मैं जाता है ना, मैं कुछ भी नहीं पकड़ा, देखो ऐसा जाएगा, बहुत ठंडा है पानी। देखो मैं आस्ते आस्ते जाता है, इसे बैठेगा तू ना जाता है। मैं कितना दूर है, उधर बैठ के ऐसा जाएगा, ऐसा कुछ भी नहीं बंद है। फिर नीचे जाएगा ना എല്ലാം അതിൽ തെറിച്ച സാരമില്ല. പിന്നെ इधर देखो ऐसा करने का टाइम मुंडी नहीं करो, इधर मारेगा ഇത് സിമെൻ്റാണ്. അപ്പോൾ ഇടയ്ക്ക് മുറിഞ്ഞിന്ന് വരും. അപ്പോൾ കുറച്ച് നീന്തി കുളിച്ചിട്ട് എന്താക്കാം, നമുക്ക് റെഡിയാക്കാം. പിന്നെ ചേട്ടിലെല്ലാം ആദ്യമായിട്ട് കുളിക്കുന്നവർക്ക് ചേട്ടിലെല്ലാം വെള്ളം കാര്യം, ചേട്ടിൽ വെള്ളം കയറുമ്പോൾ ഇങ്ങനെ ശേഷം വെള്ളമാക്കുക, അല്ല കിഞ്ഞു. അപ്പോൾ जाता है देखो, अच्छा करके जाएगा। बहुत ठंडा पानी है, बहुत ठंडा। इधर भी अभी हम लोग 2 आदमी है, किसी के खुशी नहीं है। बहुत आदमी है तो बहुत मस्करा है, शाम को है तो बहुत मस्करा करेगा. അധികം ആളുണ്ടെങ്കിൽ വൈകുന്നേരം വന്നാൽ ആടുന്ന മുതൽ ആടം വരെ ആളായിരിക്കും ഫുള്ള്. പിന്നെ പ്രത്യേകത അങ്ങ് ലാസ്റ്റ് കാണത്തിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ പ്രത്യേകമായിട്ടൊരു സംഭവം ഉണ്ടാക്കി വെച്ചിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു കൂട്, ആ കൂട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ശരിക്കും കുളിക്കുക. അത് ഞാൻ ഈ ലാസ്റ്റ് കുളി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വരുമ്പോൾ ഉപ്പെടുക്കാൻ മറന്നു പറയട്ടാ. കനാലിൻ്റെ തമ്പത്തിരിക്കുക ഇതുപോലെ, എന്നിട്ട് പച്ച മാങ്ങ എടുക്കുക. പച്ച മാങ്ങ ഉപ്പും കുത്തിയിട്ട് അണ്ണണം കടിക്കുക. എന്താ മോനെ പൊളിപ്പ്. ഇതിൻ്റെ കൂടി കനാലിൽ നിന്ന് കുളിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തില്ലേ. അപ്പോൾ കനാലിൽ നിന്ന് കുളിക്കുമ്പോൾ അധികം നമുക്ക് എന്താക്കലുണ്ട്, മാങ്ങ തിന്നിട്ട് നമ്മൾ എന്നാ കനാൽ തുള്ളലില്ല. അപ്പോൾ എല്ലാ സംഭവം ഇവിടെ കിട്ടും. അതാണ് ഒമാന്. പച്ചക്കറി വേണ കിട്ടും, മാങ്ങ വേണ കിട്ടും, പപ്പായ വേണ കിട്ടും, റുമാൻ വേണ കിട്ടും, എന്ത് വേണേ കിട്ടും. ഇപ്പം ചക്ക അടക്കം കിട്ടൽ തുടങ്ങി. അതാണ് ഒമാൻ. അപ്പോൾ ഉപ്പെടുക്കോ മറന്നു കണ്ട് ഓർമ്മിച്ചോളി. ഈ സീസണിൽ തന്നെ വരണേ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനി വന്നിട്ട് ഒരു കാര്യമില്ല. കുളിക്കാം ഇതേത് സമയത്ത്. ഇവൻ എന്ത് സെൽഫിയാ ഇത് സെൽഫിയാ. അപ്പോൾ ഇതേത് സമയത്തും വെള്ളം ഏത് സമയത്തും ഉണ്ട്. ഇതേടെ ഇത് വെള്ളം കെട്ടി നിന്നിട്ട് നോക്കടാ, ഭയങ്കര. അപ്പോൾ ഈ മാങ്ങേൻ്റെ സീസൺ ഇപ്പം ഉണ്ടാവും. അപ്പം വെള്ളം എല്ലാ സമയത്തും ഉണ്ട്. അപ്പോൾ കുളിപ്പുണ്ട് എന്നാണല്ലോ. മാങ്ങ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും പോരി ഇങ്ങോട്ടേക്ക്.
എന്നോട് ഓൻ പറഞ്ഞ് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു പോകുന്നു, നമുക്ക് രണ്ടാക്കും ഒരു സെൽഫി എടുക്കണം. സെൽഫി സ്റ്റിക്ക് എടുക്കാൻ മറന്നേ. അപ്പോൾ ഈമിൽ ഞാൻ മൊബൈൽ ഫിറ്റാക്കിയിട്ട് സെൽഫി ആക്കുന്ന എന്ത് വന്നാലില്ല. ഫോണിക്കൊരു പൂതിയല്ല. അപ്പോൾ നമുക്ക് റെഡി ആക്കി കൊടുക്കാം. ഒരു മിനിറ്റ്. ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു നൂല് കിട്ടിയിട്ടുണ്ട്. സ്റ്റാൻഡ് ഉത്തര ഞാൻ പക്കടാണ്. ഈ ടൗസറിൻ്റെ ഒരു വള്ളിയും കൂടിയും പൊട്ടിച്ചെടുക്കണം. ഇപ്പോൾ റെഡിയായി തരാം മോനെ. എനിക്ക് സെൽഫി സ്റ്റിക്കല്ല, എന്ത് ഒലക്കമാണെങ്കിലും നമ്മളുണ്ടാക്കും. അതാണ് റിയാസ്. അപ്പം ഞാൻ റെഡിയായി തരാം. ഈലും വലിയ സ്ഥലം നമ്മൾ കയറി പറ്റിയതാണ് മോനെ ഈ കെ ജോസ്. 2 മിനിറ്റ്. ഇപ്പം ശരിയാച്ചാൽ ഇത് ടച്ച് ചെയ്യാൻ പറ്റുമോ? ലോക്കൊക്കെ नंबर लॉक है, स्किन फिंगर और साइड में मिलेगा ना. फिंगर है तो मुश्किल नहीं, नंबर है तो मुश्किल है. कुछ भी नहीं है, और नहीं बनते. ट्राउसर का वल्ली ओके. ऊपर नीचे बनता है. ऊपर नीचे क्या वो मंद नहीं मंद. റിയാസിനാടാ കളി. ഇതാ കണ്ട സെൽഫി സ്റ്റിക്ക് റെഡി. ഒരു മിനിറ്റ് അടിവാ പിടിക്കട്ടെ. ഇതാ സെൽഫി സ്റ്റിക്ക് റെഡി മോന്. ഇതാ മാങ്ങ വീണ്. അപ്പോൾ വേണ്ട, ഇതാണ് എൻ്റെ സെൽഫി സ്റ്റിക്ക്. ഇപ്പോൾ ചാലു കര മോനെ. ഇത് സാധാരണ സെൽഫി അല്ല, ഇതൊന്നൊന്നര സെൽഫിയാ. കണ്ട പോന്ന കണ്ട ശരിക്ക്. ഓ നമ്മളെ മൊബൈലിൻ്റെ തെറ്റിയ കാണുന്നുണ്ടാ? സെൽഫി പോന്ന പോക്ക് കണ്ട. എന്താ എവിടെ വേണമെങ്കിലും തോപ്പിക്കാനാവൂല പോലെ. നാളെ തോപ്പിക്കാനാവൂല. കണ്ട കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി അപ്പം കുറച്ച് മുന്നോട്ടൊന്ന് ചെന്ന് നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവും. അടിപൊളിയിൽ കുളിച്ച് ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ കാണിച്ചു. ഇപ്പോൾ ഇവിടെ ആലില കണ്ട, ആലിലക്കാവിലെ തെന്നലേ നിന്നെ ഞാൻ. ഇത് വലിയൊരു കുട്ടനിറക്കുന്ന സ്ഥലം. ഇതെല്ലാം കണ്ട ഉപ്പ് തൂക്കിയിടുന്ന സ്ഥലം കണ്ട. കുട്ടൻ്റെ ഉപ്പ് അരിഞ്ഞിട്ട് ആടിയാ തൂക്കിയിടുക. അപ്പോൾ ഇതാ മുട്ടി കണ്ട കുട്ടനിറക്കുന്ന സ്ഥലമായത്. വലിയ സംഭവമായി തോട്ടത്തിൽ. बकरी का कटिंग करने का जगह है. ये जगह में कटिंग करेगा. അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തരാൻ തന്നത് ഇതാ ഇതോരോരോ സ്ഥലം കണ്ട. ഇതോരോരോ സ്ഥലം. ഇതെന്ന് വെച്ചാൽ ഈ ഡോറ് തുറന്നിട്ട് ഇത് ഉള്ളിൽ ബന്ധുണ്ട്. ഉള്ളിൽ ലോക്കുണ്ട്. ഇതാ കണ്ട ഉള്ളിൽ ഇത് ഡ്രസ്സെല്ലാം ഇവിടെ കഴിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താക്കുക ശരിക്ക്. ഞാൻ അപ്പുറത്ത് ലോക്കുണ്ട് നോക്കട്ടെ. എല്ലാം ഉള്ളിൽ നിന്ന് ലോക്കാക്കി. ഇതാ ഉള്ളിൽ ലോക്കാക്കി. ചിലപ്പം കുഞ്ഞുങ്ങളെല്ലാം കരിക്കളെന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് തൂക്കിയിടുന്ന സ്ഥലം ഒരു ഉള്ളിൽ ഇവിടെ ഇരുന്നിട്ട് ശരിക്കും കുളിച്ചിട്ട് എന്താക്കുക ഇതാക്കുക. അപ്പോൾ അതിനുള്ള സെറ്റപ്പായത് കണ്ട. ഡോറെല്ലാം വെച്ചിട്ട് പെണ്ണുങ്ങൾക്കെല്ലാം നല്ല സുഖം, ഫാമിലി ആയിട്ടെല്ലാം വന്നാൽ. പിന്നെ വീടിന്ന് എന്താക്കുക ഇങ്ങനെ തന്നെ പോയിട്ട് വീടിന്ന് നല്ലോണം ഒന്നെടുത്തിട്ട് ഇവിടെ കയറിയിട്ട് നിസ്കരിക്കുകയും നിസ്കരിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മാങ്ങക്ക് സഞ്ചി ഇട്ട് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് വലിയ മാങ്ങ സഞ്ചി ഇട്ട് വെച്ച കാണിച്ചു തരാം. അപ്പം വലിയ മാങ്ങ സഞ്ചിയിലിട്ട് വെച്ചാണ്ട കൂട്ടത്തോടെ. ഇത് മറ്റേ കിളികളെല്ലാം വന്ന് ഇതാക്കുന്നതിനുള്ള സംഭവം. സഞ്ചിയിലിട്ടിട്ടും കുറേ എന്തായിപ്പോയി ബാടിപ്പോയി. ഫുള്ളായിട്ട് സഞ്ചിയിലിട്ട് വെച്ചത്. അപ്പോൾ വെയിലിറക്കൽ തുടങ്ങി, നല്ല ചൂട് തുടങ്ങി, ചൂടായി വരുന്നുണ്ട്.
കാടിൻ്റെ ഉള്ളിൽ വന്നതിൻ്റെ തൊട്ട് ഫുള്ള് ഇരുട്ടാ പിടിച്ചിട്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ വന്നതിൻ്റെ തൊട്ടില്ല. അപ്പം വലിയ മാവ് ഇത് കണ്ട, വലിയ മാവ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വലുതാവുള്ളൂ. ശരിക്കും തോട്ടം ഫുള്ളായിട്ട് ഒന്ന് ഞാൻ ചുറ്റി കാണിച്ചു തരാം. ഫുള്ളായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് വലിയ മാവ. അപ്പോൾ ഇനി നടന്നാലൊന്നും തീരൂല. ഞങ്ങൾക്ക് പോയിട്ട് ഞങ്ങൾ വൈകുന്നേരം 3 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയിട്ട് 4:30 മണിക്ക് റൂമിലെത്തി. അവിടെ നിന്ന് വിശ്രമിച്ച് ഒരു 5 മണിക്ക് പുറപ്പെട്ട് ഇവിടെ എത്തി 5:15. അപ്പോൾ ഇപ്പം നേരം വെളുത്ത് ഇപ്പോൾ എത്ര മണിയായിന്നാ? സമയം എത്ര ആയിടാ? ടൈം കിത്തിന ടൈം ഓ 6:44. അപ്പോൾ ടൈം വല്ലാണ്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇനി പോയിട്ട് വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയും ചെയ്യണ്ട. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ടും കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ നിർത്തുന്ന. അപ്പം കൂടുതൽ വീഡിയോ ആയിപ്പോയി. അപ്പം ഇനി അവിടെത്തിയിട്ട് എന്താക്കാം. ഞാൻ വീഡിയോ നിർത്തി പോകാൻ നോക്കുന്നത്. അന്നേരം ഇത് വേറൊരു മാങ്ങ കണ്ട നടന്ന് വരുമ്പോൾ അല്ല, ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മാങ്ങ ഉണ്ട്. ഓക്കെ, ഇത് ഒരു ചുവന്ന കളറുള്ളൊരു മാങ്ങ അല്ല, മറ്റേതെല്ലാം ഒരു മഞ്ഞ കളർ. ഇതിപ്പോൾ മൈസൂരേക്ക് പോകുമ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ ഓരോ സാധനം സൈഡിൽ വെച്ച് വെക്കുന്നുണ്ട്. ഓലെന്നെ ഉണ്ടാക്കിയ സാധനം ഓല് തോട്ടത്തു നിന്ന് പറിച്ചിട്ട് ഓല് കൃഷി ചെയ്ത സാധനം എന്താക്കും, പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പം അതുപോലെ ഇവിടെ ഒരു സംഭവമുണ്ട്. എന്തെല്ലാം ഉള്ളേ നോക്കട്ടെ. ഫിഫ ഈ നല്ല അടിപൊളി പപ്പായ പൈസ ഞാൻ ചോദിച്ചു നോക്കണം. ഇപ്പോൾ വാങ്ങാനുണ്ട്, വലുതുണ്ട്, നല്ല വലുപ്പമുള്ള അച്ചാറ് കണ്ട. هذا مو فيه هذا فلفل مال لحم عيد لحم. ايوه برافو 40 انشي سمسم مسالة مالت النور. ايوه بعدين صورة اول اشتري بعدين شوف صورة. زين زين وين شغلته انت وين؟ انا مني سمسم عيزار. നല്ല മാംഗോ പറിക്കുന്നതാ. പറിച്ചിട്ട് നേരെ പോവുക ഈ താർപ്പായിൽ കെട്ടിക്കൊടുക്കുക അതിൻ്റെ മുകളിൽ നിന്ന്. هذا فريش. اوه ده من هاي انت ولا خليك انت وبغرتي يا وزنا هايو ايوه شوف حضرته ولا لا؟ بطلوا فوق اليوم زياده. ഇതൊക്കെടോ ഞാനിപ്പം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു മാങ്ങ വീണ്. അപ്പം ആ വീണവും കൂടിയും കൂട്ടിയിട്ട് 4 എണ്ണം. അപ്പം അതും കൂടി ഇങ്ങ് എടുക്കട്ടെ. എന്താ ചാറ് മാങ്ങ വീല പറിക്കാണ്ടും ആരും തരാണ്ടും നിലത്ത് വീണ്. തുമാരെ പാസ് കിത്തന? വാ സൂപ്പർ മാംഗോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നിട്ട് ഇനിയും ഒന്നും കൂടി കുളിച്ചാലോ എന്ന് വിചാരിച്ചേക്ക്. ചൂടായി. അപ്പോൾ അങ്ങ് പോയി ഇങ്ങ് പോയി കുറച്ച് കറങ്ങി. അപ്പോൾ അവിടെ പോയി വിലയെല്ലാം ചോദിച്ച് ഭയങ്കര വിലയാണ്. അപ്പോൾ എന്താക്കി അതെല്ലാം ഒഴിവാക്കി. ഇപ്പോൾ കുറച്ച് മാങ്ങ ഇവിടെ കുറച്ചും കൂടി ഇവിടെ നിൽക്കുന്നെങ്കിൽ ഈ മാവിൻ്റെ ചോട്ടിൽ നിൽക്കുന്നെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഫുള്ളായിട്ട് എന്താവും വീണ് പഴുത്ത ഇങ്ങനെ തൊയ്യും. അപ്പം അതിന് സമയമില്ല. ഞാൾ പുറപ്പെട്ട് അങ്ങേക്ക് പോകാൻ നോക്കുമ്പോൾ കുറേ വണ്ടി കുതിച്ചോണ്ടിങ്ങ് പോകുന്നു. ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തിരിയിട്ടിട്ട് അയാൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. വമ്പിച്ച സ്ഥലം മോനെ. ഇത് കഴിഞ്ഞിട്ട് ഇയാളിപ്പോൾ അതിലോട്ട് തിരിച്ചു പോകൂലല്ല. എന്താ മോനെ സ്ഥലം, ഇപ്പം കാണിച്ചു തരാം. റോഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എന്നാ പരിപാടി തിരിയേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് ചെറിയൊരു ഓഫ് റോഡും കൂടി എന്താക്കി ഇല്ല ഇങ്ങ് പോകുന്നു. അപ്പം ഞാൻ ഈ റോഡിന് തന്നെ ഇങ്ങ് പോകുന്നു. കുറച്ചങ്ങോട്ട് സംഭവം ഞാനിതാ കണ്ട
സൈഡിൽ നല്ല ചെറിയ മലയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങൊക്കെ കാര്യമായിട്ട് നോക്കണം. പറ്റുമോ നോക്ക്, ഒന്ന് ചെന്ന് നോക്കിയിട്ട് എന്താക്കാം. मालूम नहीं है, उधर जाके देखेगा, रिटर्न आएगा नहीं आएगा सारा है मालूम. अभी इधर बैठ के देखेगा जाएगा. ठीक है, ഒരു മിനിറ്റ്. വല്ലാത്തൊരു സ്ഥലത്താണ് മോനെ എത്തിയേ. എന്താ സ്ഥലമോ, സൂപ്പർ സ്ഥലം. ഇത് ചെറുങ്ങാൻ, ഇത് നേരത്തെ അങ്ങ് വരട്ടിയിട്ടാ. ഇവിടെ ചെറിയൊരു തോട്ടമുണ്ട്, ഇവിടെ ഒരു വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം വീടിന്ന് അങ്ങനെ കുറേ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ വീടിന്ന് അങ്ങോട്ട് എന്തോ ഒരു സംഭവമുണ്ട്. അപ്പം ഞാൻ കുറച്ചങ്ങോട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ട് നോക്കാം. हम लोग उधर जाएगा, देखेगा जाएगा. उधर से घूमने के लिए टाइम नहीं है. हाँ बाद में आएगा इंशाल्लाह. नहीं तो बुक रहेगा टुमारो. सीधा नहीं, देखो उधर साइड में दे. सीधा नहीं है तो मुश्किल है, नीचे जाएगा गाड़ी. चलेंगे इधर देखेगा, नीचे नीचे जाएगा. वाह, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയല്ല. റോഡ് കണ്ട കുത്തനുള്ള സ്ഥലം. അപ്പൊ നേരല്ല ഇങ്ങോട്ടേക്ക് പോവാ. വല്ലാത്തൊരു സ്ഥലം. ഏതാ മോനെ? അതിന് അങ്ങ് ഇങ്ങല്ല കിതർ. ആ ഓയ് കുറേ കട്ട് റോഡ് ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എത്തിയിട്ട് വീഡിയോ എടുക്കാം. ഒരു മിനിറ്റ്. ഭയങ്കരമായ സ്ഥലത്താണ് എത്തിയത്. വണ്ടി ആളുടെ വെച്ച്. അപ്പോൾ ഇത് ഒരു സംഭവം, ഇവിടുന്ന് അങ്ങോട്ട് സംഭവം തന്നെയാണ്. ഞാൻ ഒരു സംഭവം മാത്രമല്ല, സംഭവമാണ് കാണിക്കുക. കജൂറിൻ്റെ സ്ഥലം ഫുള്ള് ഇവിടുന്ന് അങ്ങോട്ട് കജൂറാണ്. കജൂറിനൊക്കെ കജൂർ നിന്ന് ഈത്തപ്പായം ഇവൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നിൽക്കാണ്ട് ഹിന്ദി പറഞ്ഞു. അപ്പോൾ ഈത്തപ്പായത്തിൻ്റെ തോട്ട. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് കുറച്ച് നടന്നിട്ട് ഇങ്ങ് പോരാ വണ്ടിയിൽ. ഒരു മിനിറ്റ് മോനെ, ഞാനും പോയിരുന്നു. गाड़ी आएगा, उधर से गाड़ी आएगा तो निकालने का मंदिर सारा में रखा. ഞാൻ വണ്ടി എടുത്തുകൂടാ. കാരണം എന്ന് വെച്ചാൽ കണ്ട ഇങ്ങനത്തെ ഒരു സ്ഥലം. ഇവിടുന്ന് ടയർ തിരിഞ്ഞ് കളയും. പിക്കപ്പ് അതെല്ലാം കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായിക്കൂടെ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം റോഡായത് കണ്ട പൊട്ടിപ്പൊളിഞ്ഞ് ഇതിലോട്ട് വെള്ളം ഒലിച്ച് വരുന്നൊരു സ്ഥലം. അപ്പോൾ ഞാൻ അവിടെ വെച്ച് അവിടെ ഇങ്ങോട്ട് നടന്നത്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഒരുപാട് ആൾ കുളിക്കുന്നുണ്ട്, നീന്തുന്നുണ്ട്. അതങ്ങനെ ലാസ്റ്റ് കാണുന്നില്ല, കുറച്ച് ദൂരെയാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നോക്കിയെന്ന് വെച്ചാൽ ഇതാ സംഭവം എന്ന് വെച്ചാൽ ഇതാ ഏതാ സ്ഥലം. ഈ രണ്ട് മലകൾ, ഒരു മല ഇവിടെ പാറ, ഈ മലേൻ്റെ അപ്പുറത്തൊരു മലേൻ്റെ ഇടുക്കുന്ന ഒരു ചെറിയൊരു പുഴ പോലത്തെ സ്ഥലമുണ്ട്, തോട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്ന. ഇങ്ങോട്ടേക്ക് എന്താണ് ഒരു റോഡ് എന്നുള്ള കട്ട് റോഡ് എന്താണെന്നുള്ള ഒന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് റോഡുണ്ട്, ചാടം വരെയാൻ തോന്നുന്നു പോകാൻ പറ്റും. അപ്പോൾ നാടൻ വരെ ഒന്ന് ചെന്ന് നോക്കിയിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോകും. അങ്ങനെ ഇങ്ങോട്ട് വണ്ടി വന്നാലും ഇങ്ങനെ അങ്ങോട്ട് വണ്ടി പോയാലും വണ്ടിക്ക് സൈഡ് കൊടുക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് പോകേണ്ടി വരും. എന്താ സ്ഥലം കൂറ്റം പാറയാ, വലിയ. ഞാൻ ഈ ഇവിടുന്ന് കാണും പോലെ ഒന്നല്ലേ, നല്ല കുന്ന. ഞാൻ എൻ്റെ മൊബൈൽ ചെറുതായതോ അല്ലെങ്കിൽ ഇതായതോ ഞാൻ എന്തെടുത്താലും ചെറുതായിട്ടാണ് കാണിക്കുക. ഒരു മിനിറ്റ്. അങ്ങനെ വെള്ളം എവിടുന്നോ മറിയുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങൊന്നും പോകാനുള്ള ഇതില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വെള്ളം. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും വെള്ളം വന്ന സ്ഥലം തങ്ങുക ഇവിടെയാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലമായത്. ഓരോരോ ഇത് കണ്ടാൽ പേടിച്ചു പോകും. ആയിട്ടാലത്തെ മഴക്കാലത്ത് ഇവിടെ കാണേണ്ട ഒരു സംഭവം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു പോകല ജായക. തുമക്കോ ഏക്ക് ജഗ ദേക്കേക്ക ഉദർ ദേക്കോ തുമ്പി തുമേ ജായക. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും കാര്യം പോകാൻ കഴിയല്ല, കാരണം ഇത് സ്ഥലം വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ
कुत्ता है तो देखेगा इधर कोई भी सामान नहीं है इधर बड़ा है इधर आदमी लोग भी बैठेगा आदमी का भी बैठेगा ऐसा जगह है कुछ भी नहीं अंदर है ഇത് കണ്ട കല്ല് ഇങ്ങോട്ടേക്ക് ഈ കല്ല് ഇങ്ങോട്ടേക്ക് ഇങ്ങാണല്ലേ ഇത്രയും ദൂരം ഒരു ഒഴിവ ഗുഹ മുകളിലോട്ടൊക്കെ ഒരുപാട് മേലെയാണല്ലേ എന്താ കല്ല് ഇതെല്ലാം അമർന്നാൽ തീർന്നില്ലേ ഇതെല്ലാം കാണണ്ടേ തന്നെ സംഭവട്ടാ എത്ര മുകളിലല്ലേ നിനക്ക് ഞങ്ങൾക്ക് നല്ല ഹൈറ്റിലല്ലേ ഏതാ ഹൈറ്റ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ഇതില്ല ചൂട് തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനൊരു സംഭവം ഞങ്ങൾ കണ്ടെത്തി ഇവിടെ വന്ന് അപ്പോൾ ഓക്കെ ബൈ ബൈ